നമുക്ക് ബാലന്റെ ഗോമതിയുടെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുതേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് ധർമ്മന് വല്ലാത്ത സങ്കടത്തിലാ. ഇത്രയും നാളായിട്ടും ഇതുവരെയും ദേവമംഗലത്തു നിന്ന് മാറി നിന്നിട്ടില്ല. ആദ്യത്തെ സംഭവമാണ്. എന്നും ഗോമതിയോടൊപ്പം കഴിഞ്ഞിട്ടുള്ളൂ. അത് ഗോമതി കൃഷ്ണമംഗലത്തായിരുന്ന സമയത്ത് അതുപോലെ തന്നെയാ. ഗോമതിയെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ഇരുന്നിട്ടില്ല. അപ്പൊ അതുപോലെയായിരുന്നു ദേവമംഗലത്ത് എന്നിട്ടും. പക്ഷെ ആദ്യമായിട്ടാണ് ആങ്ങളെയും പെങ്ങളും തമ്മിൽ പിരിഞ്ഞിരിക്കുന്നത്. അത് ധർമ്മന് വല്ലാത്ത സങ്കടം. അതുപോലെ തന്നെ ദേവമംഗലത്തെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കൃഷ്ണമംഗലത്തെ ഒരു അന്തരീക്ഷം അല്ലല്ലോ ദേവമംഗലത്ത്. അതൊക്കെ ഓർത്ത് ധർമ്മന് ഊണും ഉറക്കോ ഇല്ല. ഇതെല്ലാം ഇന്ദിരാമ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ദിരാമ വന്നിട്ട് ധർമ്മനോട് പറഞ്ഞു, എടാ മോനെ, നീ എന്തിനാ ഇനിയിപ്പോ ദേവമംഗലത്തെ കാര്യം ആലോചിച്ചോണ്ടിരിക്കണേ? ഇവിടെ ഞങ്ങളെല്ലാരും ഇല്ലേ, നിന്റെ അമ്മയുണ്ട്, സഹോദരന്മാരുണ്ട്. പിന്നെ നീ എന്തിനാ വിഷമിക്കണേ? അധികം വൈകാതെ നിനക്ക് നല്ലൊരു ജീവിതമൊക്കെ നിന്റെ ചേട്ടന്മാര് തന്നെ കൊണ്ടുത്തരും. പിന്നെ നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അങ്ങനെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ ധർമ്മന് സങ്കടം. എങ്ങനെ സങ്കടം മാറാനാ? കല്യാണമോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും അല്ല ധർമ്മന്റെ മനസ്സിൽ. ധർമ്മൻ എങ്ങനെയെങ്കിലും ഒന്ന് ദേവമംഗലത്തിൽ ചെന്നാ മതി. ദേവമംഗലമാണ് ധർമ്മന്റെ ശ്വാസവും. അതുപോലെ തന്നെ ഗോമതി സ്റ്റോഴ്സ് വർഷങ്ങളായില്ലേ ധർമ്മൻ ഇരിക്കണേ. പെട്ടെന്നൊരു ദിവസം പറിച്ചു നട്ട് കഴിഞ്ഞപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ധർമ്മനുണ്ടായി. ആ സമയം ബാലിന് ഇതുപോലെ തന്നെയായിരുന്നു. ഗോമതി സ്റ്റോഴ്സിൽ പോയിട്ടും ബാലിനൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. ധർമ്മനില്ലാത്തതിന്റെ വിഷമം. ഒടുവിൽ ഗോമതി ബാലിനോട് കയ്യെ കാലെ പിടിക്കുന്ന പോലെ പറഞ്ഞു, ബാലേട്ട, എങ്ങനെയെങ്കിലും ധർമ്മനെയും കൂടി തിരികെ കൊണ്ടുപോവാ. എന്ത് കാരണത്തിന്റെ പേരില ധർമ്മനെ ഇവിടുന്ന് ഇറക്കി വിട്ടെ? ബാലേട്ടൻ അത് സ്വയം മനസ്സാല ചെയ്യില്ല. ഒരു പക്ഷെ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കാര്യമുണ്ട്. എന്താണെങ്കിലും എന്നോടൊന്ന് തുറന്നു പറഞ്ഞിട്ട് ബാലേട്ടൻ എന്താന്ന് ചെയ്യ. ധർമ്മൻ പാവല്ലേ. ഞാൻ പോകുന്ന സമയത്ത് നമ്മളോടൊപ്പം ഇറങ്ങി പോന്നതല്ലേ. ഇത്രയും വർഷക്കാലം ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് അവൻ ജീവിച്ചു. നമ്മുടെ മക്കളെയൊക്കെ അവനല്ലേ വളർത്തി ഇത്ര ആക്കിയത്. വളർത്തിയെന്ന് പറഞ്ഞാൽ കുഞ്ഞുനാളെ മുതൽ എടുത്തോണ്ട് നടക്കുന്നേ. ഞാൻ അത്രയൊന്നും ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞിട്ടില്ല മക്കളെ വളർത്തുന്ന കാര്യത്തില്. ബാലേട്ടൻ കടയിലേക്ക് പോയി കഴിഞ്ഞാലും അവനല്ലായിരുന്നു കൂടുതൽ സമയം നോക്കിക്കൊണ്ടിരുന്നേ. എന്നിട്ടോ ഒരു നിമിഷം കൊണ്ട് അവനെ ഈ പടിയടച്ച് പിണ്ടം വെക്കുന്നതിൽ ഇറക്കി വിടേണ്ട കാര്യം ഉണ്ടായിരുന്നു ബാലേട്ട. ഇത്ര ക്രൂരനായി പോവരുത്. പക്ഷെ ബാലിന് അമ്പിനും മില്ലിനും അടുക്കാൻ തയ്യാറായില്ല. ഗോമതിക്ക് സങ്കടമായി. രാത്രി കിടന്നിട്ട് ഉറക്കമില്ലാത്തൊരവസ്ഥ. ഗോമതിക്കും അതെ, ബാലിനും അതെ. ബാലിന് പക്ഷെ ഗോമതിയോട് പറയണമെന്നുണ്ട്. പറഞ്ഞാൽ പിന്നെ അവളെ ഏത് സെൻസിൽ എടുക്കുമെന്ന് അറിയില്ല. പോയി അമ്മയോട് വഴക്കടിക്കും, ഇന്ദിരാമ്മയോട്. അതുകൊണ്ട് തൽക്കാലം പറയണ്ടെന്ന് വിചാരിച്ചു. ആ സമയം അനന്തനും അച്യുതനും അലോകിനും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. അവര് മൂന്നുപേരും കൂടെ ഒത്തുകൂടി കഴിഞ്ഞപ്പോൾ അലോക് പറഞ്ഞു, ഇനി എത്രയും പെട്ടെന്ന് തന്നെ ചെറിയച്ഛനെ കൊണ്ടൊരു വിവാഹം കഴിപ്പിക്കണം. നമ്മൾ തന്നെ ഒരു പെണ്ണ് ആലോചിക്കണം. ആ ഗോമതി സ്റ്റോഴ്സ് ബാലൻ നടത്താനിരുന്ന വിവാഹത്തിനേക്കാളും അതിഗംഭീരമായിട്ടാണ് നടത്താൻ. അതിനേക്കാൾ നല്ല സുന്ദരി പെണ്ണിനെ തന്നെ കൊണ്ടുവരണം. എടാ, അത് ഇടപെടി എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ദേച്ചാ, താമസിക്കും തോറും റിസ്ക് കൂടുതലാ. ചിലപ്പം ആ ബാലൻ ചെറിയച്ഛനെ അങ്ങ് തിരിച്ചു വിളിച്ചെന്നും വരും. അങ്ങനെ വന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല. അതിനു മുമ്പ് തന്നെ ബ്രോക്കറോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഒന്ന് കരക്കടിപ്പിക്കണം. ഈ വീടിന്റെ മുറ്റത്ത് പന്തലിടണം. ആ ഗോമതി സ്റ്റോഴ്സ് ബാലനൊക്കെ അത് കാണണം. അത് കേട്ടപ്പോൾ അനന്തം പറഞ്ഞു, അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ ആ വഴിക്കും നോക്കാം. നീ എത്രയും പെട്ടെന്ന് ആ ബ്രോക്കറെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറ. അങ്ങനെ അച്യുതൻ ബ്രോക്കറെ വിളിച്ചു. ധർമ്മന്റെ കാര്യത്തെക്കുറിച്ച് പറയാം. എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ആലോചന കൊണ്ടുവരണം. അങ്ങനെ ബ്രോക്കർ സംഭവിച്ചു. ആ ഒരു സന്തോഷത്തിലായിരുന്നു അവർ മൂന്നുപേരും. ഇനിയിപ്പോ ധർമ്മന് പെട്ടെന്നൊന്നും അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നില്ല ദേവമംഗലത്ത് എന്നായിരുന്നു അവരുടെ മനസ്സിലെ ചിന്ത. അതേസമയം മിത്ര പോലീസുകാരി ആക്കാൻ വേണ്ടിയിട്ട് ആര്യൻ പഠിച്ച പണി വന്നിട്ട് നോക്കുന്നുണ്ട്. എല്ലാ ദിവസവും ട്യൂഷൻ എടുക്കാൻ പോകുന്ന ഓരോ കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഗ്രൗണ്ടിലേക്ക് പോകുന്നുണ്ട്. ആർക്കും ഒരു സംശയം തോന്നിയില്ല. കാരണം ട്യൂഷൻ എടുക്കാൻ പോകുന്നല്ലേ, അതുകൊണ്ട് സംശയങ്ങളും തോന്നാത്തെ. പക്ഷെ ഇതുപോലെ പോലീസ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാന്നുള്ള കാര്യമൊന്നും ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മിത്ര ആരും അത് മൂടി വെക്കുക തന്നെ ചെയ്തു. ഇപ്പോഴാരും അറിയണ്ട, ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അറിഞ്ഞാൽ മതി എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. അങ്ങനെ കുറച്ച് ദിവസങ്ങളും കഴിഞ്ഞുപോയി. പക്ഷേങ്കിൽ ധർമ്മന്റെ അവസ്ഥ ഓരോ ദിവസം ചെല്ലുന്നതും മോശമായിക്കൊണ്ടിരിക്കുക. ധർമ്മൻ ആരോടും നേരം വേണ്ട സംസാരമില്ല, ഒന്നുമില്ല. മുറിയിൽ കയറി കഥ അടച്ചിരിക്കും. മുറിയിൽ നിന്ന് അങ്ങനെ വെളിയിലേക്ക് വരുന്ന വളരെ വിരളമാണ്. കാരണം പകൽ സമയത്തൊക്കെ സാധാരണ ധർമ്മൻ ഗോമതി സ്റ്റോഴ്സിലായിരിക്കുമല്ലോ. ഇപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ധർമ്മന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. ഇന്ദിരാമയ്ക്ക് മനസ്സിലായി ഇതിങ്ങനെ പോയാൽ ശരിയാകത്തില്ല. ധർമ്മന്റെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുക. ഒടുവില് അവനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ തീരുമാനിച്ചു. ബാലനെ ഇന്ന് വരെ ധർമ്മം കുറ്റപ്പെടുത്തിയിട്ടില്ല, അവിടെ കൃഷ്ണമംഗലത്ത് വന്നതിന് ശേഷവും. അങ്ങനെ ഇന്ദിരാമ എന്നിട്ട് ധർമ്മനോട്, എടമോനെ, ഞാൻ കാരണമാണ് നിന്നെ ബാലൻ അവിടെ നിന്ന് ഇറക്കി വിട്ടത്. അമ്മ കാരണോ? അമ്മ എന്ത് തെറ്റിയെന്നാ ഞാൻ അവനോട് പറഞ്ഞത്.
നിന്നെ അവിടെ നിന്ന് ഇറക്കി വിടണം. നിനക്ക് നല്ലൊരു ജീവിതമുണ്ട്, അവനെ നശിപ്പിക്കരുതെന്ന്. നിന്റെ ചേട്ടന്മാരെ നിനക്കായിട്ട് നല്ലൊരു ആലോചന കൊണ്ടുവരും, അത് നീ സമ്മതിക്കണം. അപ്പൊ അതുകൊണ്ട് ബാലൻ അങ്ങനെയൊക്കെ പറഞ്ഞ് അവന് ഇഷ്ടമുണ്ടായിട്ടല്ല ഞാൻ അവനെ നിർബന്ധിച്ച് നിന്നെ അവിടെ നിന്ന് ഇറക്കി വിടിയിപ്പിച്ച. അത് കേട്ടപ്പോൾ ധർമ്മം ചോദിച്ചു, അമ്മ എന്തു പരിപാടിയാ കാണിച്ചേ? എനിക്കറിയായിരുന്നു അളിയൻ എന്താണെങ്കിലും എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യില്ല, എന്തോ ഒരു രഹസ്യം ഉണ്ടെന്ന്. എടാ മോനെ, നിന്റെ നല്ല ഭാവിയെ കരുതിയിട്ട് മാത്ര ബാലന്റെ മനസ്സിൽ നന്മയുണ്ടാ. നിനക്ക് ഒരു കാരണവശാലും ഒരു ജീവിതം ഉണ്ടാവാതെ പോവരുത്. ഇനിയിപ്പോൾ അവിടെ നിന്നതിന്റെ പേരിൽ നിന്റെ ഏട്ടന്മാരെ നിന്റെ വിവാഹം മുടക്കും. അപ്പം ആ വിവാഹം മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം ബാലൻ നിന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെ. ബാലിനൊട്ടും ഇഷ്ടമില്ലായിരുന്നു, മനസ്സോടെ ബാലിന് ഇത് ചെയ്തേ. അത് കേട്ടപ്പോൾ ധർമ്മന് സങ്കടമായി. പാവം, തൻ്റെ അടിയന് ഇത്രമാത്രം വേദന ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടാണോ തന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടെ? എന്നാലും തനിക്കറിയായിരുന്നു തന്നോട് സ്നേഹമുണ്ടെന്ന്. അത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു, എനിക്കറിയാനെ എന്ത് ചെയ്യണമെന്ന്. അല്ല, നീ എന്ത് ചെയ്യാൻ പോവാ? അതെ, ഞാൻ ദേവമംഗലത്തേക്ക് തന്നെ പോവാ. പോകാനോ? എടാ മോനെ, ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. വേണ്ട, എനിക്കിവിടെ നിന്ന് ശ്വാസം മുട്ടുന്നുണ്ട്. 2-3 ദിവസം ഞാൻ എങ്ങനെ ഇവിടെ നിന്നേന്ന് എനിക്കറിയുള്ളൂ. എനിക്കിവിടെ പറ്റില്ലമ്മേ. എനിക്ക് അവിടെ ചെന്നാലും ഒരു ശുദ്ധവായു കിട്ടുള്ളൂ. ഞാൻ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ എന്ത് ചെയ്തു? നേരെ ദേവമംഗലത്തേക്ക് വെച്ചു പിടിച്ചു. ഈ സമയത്ത് അന്തനും അച്യുതനും ഒട്ടും അത് പിടിച്ചില്ല. ധർമ്മം പോയതിന്റെ പേരിൽ ഇന്ദിരാമ്മയെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു. അവൻ പോയത് കണ്ടില്ലേ? അമ്മയ്ക്കെങ്കിലും അവനെ ഇവിടെ പറഞ്ഞു നിർത്തിക്കൂടായിരുന്നോ? ഇന്ദിരാമ്മ പറഞ്ഞു, അവൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എന്താടാ ഗുണമിരിക്കണേ? അവന് വേറെ കല്യാണം കഴിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവന് ബാലൻ പറഞ്ഞുകൊണ്ടാ കല്യാണത്തിനൊക്കെ സമ്മതിച്ചേ. പക്ഷെ ബാലനില്ലാതെ, അല്ലെങ്കിൽ ദേവമംഗലത്ത് ഗോമതിയും ബാലനും ഇല്ലാതെ ധർമ്മന് ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. അവന് നമുക്കിവിടെ പിടിച്ചെടുത്താൻ പറ്റില്ല. അവൻ കുഞ്ഞു കൊച്ചൊന്നുമല്ല. അവന് അവന്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. ഇനി അവന്റെ കാര്യത്തിൽ തലയിടാൻ പോണ്ട. നിങ്ങളൊരു ഉപകാരം ചെയ്തു തന്നാൽ മാത്രം മതി. ബാലന് ഇങ്ങനെ ഒരു കല്യാണം ധർമ്മന് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അത് മുടക്കാതിരിക്കാൻ മാത്രം എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. ഒന്നുമല്ലെങ്കിലും നിന്റെയൊക്കെ ചോരയല്ലേടാ. അതൊക്കെ പറഞ്ഞ് ഇന്ദിരാമ്മ അങ്ങോട്ട് കയറിപ്പോയി. ആ സമയം ദേവമംഗലത്ത് എല്ലാവരും ആഹാരം കഴിക്കാതിരിക്കുവാണ്. ആഹാരം വിളമ്പിയാലും ആർക്കും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. എല്ലാവർക്കും ധർമ്മനില്ലാത്തതിൻ്റെ വിഷമമുണ്ട്. ആഹാരം കഴിക്കാതിരിക്കുന്ന സമയത്ത് ധർമ്മൻ ഓരോ കാര്യങ്ങൾ തമാശയൊക്കെ പറഞ്ഞ് ചുമ്മാ ചിരിക്കും. ബാലനാണെങ്കിൽ അപ്പൊ വഴക്കും പറയും. ആ വഴക്ക് പറയുന്ന സമയത്തും അവരതൊക്കെ ആസ്വദിച്ചാ കഴിക്കണേ. അങ്ങനെ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ധർമ്മൻ അങ്ങോട്ട് കയറി വരുന്നു. ധർമ്മനെ കണ്ടപ്പോൾ മീനാക്ഷി മിത്രയൊക്കെ ഞെട്ടി. ദൈവമേ, ഇനി അടുത്ത പ്രശ്നമാണോ ഉണ്ടാകാൻ പോകുന്നേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ബാലൻ ചോദിച്ചു, നിന്നോട് ആരുടെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ? നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലേ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? അത് പറഞ്ഞ് ബാലൻ ദേഷ്യപ്പെട്ടു. ധർമ്മം പറഞ്ഞു, എന്നെ ഇറക്കി വിട്ടാലും പോവില്ല, എന്നെ അടിച്ചിറക്കിയാലും ഞാൻ ഇവിടുന്ന് പോകത്തില്ല. പോകത്തില്ലെന്നോ? ദേ ഗോമതി, മര്യാദയ്ക്ക് പറ ഇവനോട് ഇറങ്ങിപ്പോവാനായിട്ട്. ഗോമതി പറഞ്ഞു, എടാ ധർമ്മ, നീ പ്രശ്നം ഉണ്ടാക്കാതെ പോ. എന്റെ ചേച്ചി അങ്ങോട്ട് മാറി നിൽക്കേ. അളിയൻ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അളിയനെ അങ്ങനെ ഇറക്കി വിടാൻ പറ്റത്തൊന്നുമില്ല. അത്ര ധൈര്യം ഉണ്ടെങ്കിൽ അളിയൻ എന്നെ കാരണത്തടിച്ചങ്ങോട്ട് ഇറക്കി വിട്, ഒന്ന് കാണട്ടെ. ഇറക്കി വിട്ടാലും ഞാൻ പോകത്തില്ല. ഞാൻ ഈ ദേവമംഗലത്തിന് തിന്നേ കിടക്കും. അത് കേട്ടതും ബാലന് ധർമ്മനെ ഒന്ന് നോക്കി. ധർമ്മം പറഞ്ഞു, അമ്മ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നാലും അളിയ, എന്നോട് ഇത് വേണ്ടായിരുന്നു. ധർമ്മൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് ബാലന് മനസ്സിലായി. ഇനിയിപ്പം മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് ഗോമതി വെച്ച്. എന്ത് കാര്യം അറിഞ്ഞത്? അതോ, അതൊരു കാര്യ. എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഗോമതി സ്റ്റോഴ്സ് ബാലൻ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത്. അമ്മ പറഞ്ഞിട്ടോ? അതെ, എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണാനായിട്ട് എൻ്റെ നന്മയെ കരുതിയിട്ട് അളിയൻ എന്നെ ഇറക്കി വിട്ട. സത്യമല്ലേന്ന് ചോദിക്കുക. ബാലൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അപ്പോഴേക്കും ധർമ്മം പോയി ബാലനെ കെട്ടിപ്പിടിച്ചു. എന്നാലും അളിയ, എന്നോട് ഈ ചതി വേണമായിരുന്നോ? എനിക്ക് ദേവമംഗലം വിട്ടൊരു ജീവിതം ഉണ്ടോ? എനിക്ക് കല്യാണം വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് ഈ ദേവമംഗലത്ത് കഴിഞ്ഞാൽ മാത്രം മതി. കൃഷ്ണമംഗലത്തിൽ പോയാൽ എനിക്ക് ഒരു ദിവസം പോലും കഴിയാൻ പറ്റില്ലെന്നുള്ള കാര്യം അളിയനെ അറിയാവുന്നതല്ലേ? ഗോമതിക്ക് സങ്കടം വന്നു. ഗോമതി ധർമ്മനെ കെട്ടിപ്പിടിച്ചു. അതിനുശേഷം ഗോമതി പെട്ടെന്ന് ചോറൊക്കെ ധർമ്മന് വാരി കൊടുക്കുവാണ്. അപ്പോഴേക്കും മീനാക്ഷി ചോദിച്ചു, കണ്ടില്ലേ അമ്മയുടെ സ്നേഹം കണ്ടോ? നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനെ വാരി തന്നിട്ടുണ്ടോ? ആങ്ങളയോടുള്ള സ്നേഹമേ. ഗോമതി പറഞ്ഞു, അതെ, അതങ്ങനെ തന്നെയാ. ഇവനെ ഞാൻ എൻ്റെ ആങ്ങളയായിട്ടല്ല, സഹോദരനായിട്ടല്ല കാണുന്നത്, എൻ്റെ മകനായിട്ടാ. എനിക്ക് ആ സ്നേഹമുണ്ട്. അത് നിങ്ങളാരും കുശിപ്പൊടിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഒടുവില് വീണ്ടും ധർമ്മനും ദേവമംഗലങ്ങാരും എല്ലാവരും ഒന്നിക്കുകയാണ്. ആരിനും ആകാശിനും ആനന്ദിനൊക്കെ ഭയങ്കര സന്തോഷം. ധർമ്മനെ കെട്ടിപ്പിടിച്ച് അവർ കരയുന്നുണ്ട്. കാരണം ധർമ്മനില്ലാത്തതുകൊണ്ട് അവർക്ക് നല്ല വിഷമമായിരുന്നു. അവര് ഒരു അമ്മാവന്റെ സ്ഥാനത്തല്ല കാണുന്നത്, തങ്ങളുടെ ചേട്ടനായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ധർമ്മനില്ലാത്ത അവർക്കുണ്ടായിരുന്നതിനും. അങ്ങനെ കുറച്ച് ദിവസം അങ്ങോട്ട് കഴിഞ്ഞുപോയി. ആ സമയം പതിവ് പോലെ മിത്ര ആരിനും കൂടെ രാവിലെ ഗ്രൗണ്ടിലേക്ക് പോയി. അപ്പം മിത്ര പ്രാക്ടീസ് ചെയ്യുകയാണ്. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ധർമ്മൻ എന്ത് ചെയ്യുക? ധർമ്മം നടക്കാൻ പോകുന്ന സമയത്ത് ധർമ്മ സ്ഥിരമായിട്ട് സംസാരിക്കുന്ന ഒരു സാറുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ധർമ്മനെ കണ്ടു പറഞ്ഞു, അല്ല ധർമ്മനെ അല്ല ബാലനെ കണ്ടു.
ബാലനെ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല ബാല, ബാലന്റെ മരുമോള് എന്തിനും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? പ്രാക്ടീസ് ചെയ്യുന്ന എന്തിനാ? അല്ല, എന്നും ഗ്രൗണ്ടിൽ കാണാമല്ലോ. ഞാൻ എല്ലാവരും നടക്കാൻ പോകുന്ന സമയത്ത് ഗ്രൗണ്ടിൽ കാണാം. ഗ്രൗണ്ടിലോ? അതെ, മോനും ഉണ്ട് മരുമോളും ഉണ്ട്. ബാലനൊന്നും മനസ്സിലായില്ല. ബാലൻ പറഞ്ഞു, അത് അവരെ ആയിരിക്കില്ല. അല്ല ബാല, ഞാൻ കാണുന്നല്ലേ, എന്നും കാണുന്നല്ലേ. ഒടുവില് ബാലനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി. ബാലൻ നോക്കിയപ്പോ ശരിയാ, മിത്ര ആയിരുന്നോ? മിത്ര ഗ്രൗണ്ടിൽ കൂടെ ഓടുന്നു. ആരിനെ നോക്കി നിൽക്കുന്നു. ഒരു കാര്യം ഉറപ്പായി, എന്തോ സംതിങ് ഉണ്ട്. പക്ഷെങ്കിൽ ബാലൻ അപ്പോൾ അവിടെ അവരെ സംസാരിക്കാനൊന്നും പോയില്ല. ബാലൻ തിരികെ വീട്ടിലേക്ക് വന്നിട്ട് ഗോമതിയോടൊക്കെ ചോദിച്ചു, അല്ല ആരിനും മിത്ര എന്തിയേ? അല്ല, മിത്ര ട്യൂഷൻ എടുക്കാനായിട്ട് പോയി. ശ്രീദേവി വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ രാവിലെ ട്യൂഷൻ ആക്കിയത്, അതുകൊണ്ട് എന്നും രാവിലെ പോവച്ചാ. ഓഹോ, അങ്ങനെയാണല്ലേ. അല്ലാതെ അവരെങ്ങോട്ടാ പോണേന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലേ? ഗോമതി ചോദിച്ചു, എങ്ങോട്ട് പോവാനായിട്ട്? അവരെവിടെ പോവാനായിട്ടാ? അവര് ട്യൂഷന് ആരെയും കൊണ്ടു വിടാനായിട്ട് പോന്ന. കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും ബാലനൊന്നും മിണ്ടിയില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പം ആരിനും മിത്രയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ആരിനോട് മിത്രയോട് ചോദിച്ചു, നിങ്ങളിത് എവിടെയായിരുന്നു? മിത്ര പറഞ്ഞു, ഞങ്ങൾ ട്യൂഷൻ എടുക്കാൻ പോയത്. ട്യൂഷൻ എടുക്കാനോ? എവിടെ? അല്ല, ഞാൻ ട്യൂഷൻ എടുക്കുന്ന വീട്ടിൽ ഇപ്പൊ രാവിലെ ആക്കി ട്യൂഷൻ. ബാലൻ ചോദിച്ചു, ഗ്രൗണ്ടിലാണോ നിങ്ങളുടെ ട്യൂഷൻ? ഗോമതി ചോദിച്ചു, എന്തൊക്കെയാ ബാലേട്ട പറയണേ? ഗ്രൗണ്ടിലോ? ട്യൂഷൻ എടുക്കാൻ പോകുന്ന അവരെങ്ങനെയാ ഗ്രൗണ്ടിൽ വരുന്നേ? നിനക്കൊന്നും അറിയത്തില്ല ഗോമതി. ഗ്രൗണ്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യുക മിത്ര. ശ്രീദേവി വെച്ചു, ഗ്രൗണ്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യണം? എന്തിനാ മിത്ര പ്രാക്ടീസ് ചെയ്യുന്നേ? അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അതെ അച്ഛനെ ക്ഷമിക്കണം, മിത്രയ്ക്ക് ഒരു പോലീസ് ആവാനായിട്ട് ആഗ്രഹം. അപ്പം മിത്രയുടെ ആഗ്രഹത്തിന് ഞാൻ എതിര് നിൽക്കുന്നില്ല. മിത്രയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ട്രെയിനിങ്ങിന് മുമ്പ് ഒരു പ്രാക്ടീസ് ചെയ്യണമല്ലോ, ബോഡിയൊക്കെ ഒന്ന് ഫിറ്റ് ആക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാവിലെ പോയിക്കൊണ്ടിരുന്നേ. ബാലൻ പറഞ്ഞു, ഓഹോ, അപ്പം കള്ളത്തരം പറഞ്ഞ എത്ര നാളും പോയിക്കൊണ്ടിരുന്നല്ലേ? നീയൊക്കെ എന്തിനാടാ കള്ളത്തരം പറഞ്ഞേ? അത് പിന്നെ അച്ഛ, കോമതി പറഞ്ഞു, എന്നാലും ഇത് വേണ്ടിയിരുന്നില്ല ആര്യ, ഉള്ള സത്യാവസ്ഥ അങ്ങ് പറയാൻ മേലായിരുന്നോ? അത് പിന്നെ അമ്മേ, അതിനൊന്നും സാധിച്ചില്ല. ഒരു പക്ഷെ ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് എല്ലാവരോടും പറയാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ബാലൻ്റെ കൊടുങ്കാറ്റ് പോലെ അകത്തേക്ക് കയറിപ്പോയി. കോമതി പറഞ്ഞു, ബാലേണ്ണ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നേ. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയില്ല. ആര്യം പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, അച്ഛൻ അതൊക്കെ ഇഷ്ടപ്പെട്ടോളൂ. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അമ്മ ധൈര്യമായിട്ടിരിക്കുക. അമ്മ എന്തിനാ പേടിക്കണേ? ഒരു നല്ല കാര്യത്തിന് വേണ്ടല്ലേ. മിത്രയ്ക്ക് ജോലി വേണം, ജോലിയില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. ഗോമതി പറഞ്ഞു, അല്ല, മിത്രയ്ക്ക് മാത്രം ജോലി മതിയോ? നിനക്ക് വേണ്ടടാ ആര്യ. എൻ്റെ കാര്യത്തിൽ പിന്നെ സമാധാനമുണ്ട്. ഇപ്പം അത്യാവശ്യം ജോലിയായിട്ട് ഞാൻ നടക്കുമല്ലേ. പക്ഷെ മിത്രയ്ക്ക് അങ്ങനെയല്ല, അവൾക്കൊരു ഗവൺമെൻറ് ജോലി വേണമെന്ന് എൻ്റെ ആഗ്രഹം. അത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയല്ലേ. പക്ഷെ എന്തിനാ ഒളിച്ചും പാത്തും പോയത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഒരു ട്രെയിനിങ് സെൻറ്ററിൽ ചേർന്നാൽ പോരെ. അവിടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആവശ്യമായ ട്രെയിനിങ് ഒക്കെ കിട്ടുമല്ലോ. മിത്ര പറഞ്ഞു, അതിനുള്ള പൈസയും കാര്യങ്ങളൊന്നും ആൻ്റെയിൽ ഇല്ല ചേച്ചി. ആന്റിപ്പ പറഞ്ഞു, നമ്മുടെ ബോഡി ഫിറ്റ് ആക്കിയാൽ മതിയല്ലോ, അതുകൊണ്ട് നല്ല കാര്യമെന്ന് പറഞ്ഞ് ആൻ എന്നെ കൊണ്ടുപോയത്. മിത്രയ്ക്ക് മനസ്സിലായി അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്.